ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റാഗിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയതല്ല, അങ്കണവാടിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്കണവാടിയിൽ നിന്ന് പൊതുവെ അമൃതം പൊടിയാണ് കിട്ടൽ. പക്ഷെ ഇപ്രാവശ്യം അമൃതം പൊടി കിട്ടിയിട്ടില്ല. പകരം തന്നത് ഈ റാഗിപ്പൊടിയും പിന്നെ ആട്ടപ്പൊടിയും വെല്ലമൊക്കെയാണ് തന്നത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ റാഗിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. അപ്പോൾ നമ്മൾ ഈ ചെറിയ പാട്ടയിലാണ് കേട്ടോ മിക്സ് ആക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അതിന് കണക്കായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അമ്മയാണ് ഇട്ടാക്കുന്നത്. നന്നായിട്ട് മിക്സായി കൊടുക്കുക. നല്ലോണം ലൂസാവും. ആ കട്ട കെട്ടി നിൽക്കൂലേ വെള്ളം ഒഴിക്കുമ്പോൾ, അതൊക്കെ നന്നായിട്ട് ലൂസായിട്ട് വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിന് വല്ല മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ. മധുരമൊന്നും ഇല്ലാണ്ട് ലൂക്കൊന്നും കുടിക്കൂല. അതുകൊണ്ട് കുറച്ച് വെല്ലം കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഇത് അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയ വെല്ലം തന്നെയാണ് കേട്ടോ. നല്ല ഉണ്ട വെല്ലമായിരുന്നു, വലിയ വെല്ല കട്ടയാണെന്നുണ്ടായിന്. അപ്പോൾ അതും കൂടി കുറച്ച് ചിരണ്ടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. അവൻ പിന്നെ അത് ഇളക്കി കളിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി ആടുന്ന്. ഏകദേശം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെല്ലമൊക്കെ അലിഞ്ഞ് നല്ലോണം തിളച്ചു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് റാഗിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. നമ്മ ആക്കിയതിൽ വെള്ളം കുറച്ച് കുറവാണ് ഇട്ടുണ്ടായിനി. അതുകൊണ്ട് അമ്മ പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായി വന്ന്, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക വെച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേശം പാലൊഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കളറും കൂടി വരാൻ വേണ്ടിയിട്ട് ലേശം കുറച്ചൊരു പാലൊഴിച്ചു. ഇതിങ്ങനെ കുടിക്കുമ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം കൂടി മുറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാലും സാധനം ഇടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് തണിച്ച് നോക്കാം. ലൂക്കൊക്കെ തന്നെ ആദ്യം കൊടുത്തു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഓനെ കുറച്ച് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.